സിൻഡോക് ട്രേഡ്. സിൻഡോക് ട്രേഡ് എന്നാണ് ഈ സൈറ്റിന്റെ പേര്. നിങ്ങളുടെ ബ്രൗസറിൽ സിൻഡോക് ട്രേഡ് എന്ന് കയറിയ ഈ സൈറ്റിലോട്ട് കയറാം. ഇതൊരു ക്രോം എക്സ്റ്റൻഷൻ ആണ്. നമുക്ക് ഇത് ക്രോമിൽ ആഡ് ചെയ്യണ ഒരു എക്സ്റ്റൻഷൻ ആണ്. ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുത്താൽ നമുക്കിത് ക്രോമിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പോവാ നേരെ ആഡ് ടു ക്രോം. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രേവ് ആണ്, അതുകൊണ്ടാണ് ആഡ് ടു ബ്രേവ് എന്ന് കാട്ടിയേക്കണേ. നമുക്ക് അല്ലെങ്കിൽ ആഡ് ടു ക്രോം എന്നായിരിക്കും തന്നെ. അവിടെ ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. പിന്നെ നേരെ അത് നമ്മുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുക. ഇതൊരു ബ്രോക്കർ ഒന്നുമല്ല, ഇതൊരു എക്സ്റ്റൻഷൻ ആണ്. കണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ നമുക്ക് ആ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ സിമ്പിളിനൊക്കെ ഇതിനകത്ത് കണ്ട സിം ട്രേഡ് അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ബ്രോക്കറായിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ദണ്ണും പിന്നെ ലെമനൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള ബ്രോക്കേഴ്സ് എല്ലാം അപ്കമിങ് ആണ്. നമുക്ക് ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. കണ്ടോ, അപ്കമിങ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഇത് ലെമൺ, ദൻ ഗ്രോ, കൈറ്റ്, അപ്സ്റ്റോഴ്സ്, ഇതെല്ലാം അപ്കമിങ് ആണ്. ക്രിപ്റ്റോയിലും കമ്മ്യൂണിറ്റിയിലും ഉള്ള സിഗ്നൽസും എല്ലാം അപ്കമിങ് ആണ്. പിന്നെ നേരെ നമുക്ക് നമ്മുടെ സൈറ്റ് ഇപ്പൊ ദൻ യൂസ് ചെയ്യണം. അപ്പൊ ദൻ tv.dun.co കയറിയാൽ നമുക്ക് അതിന്റെ സൈറ്റ് ചാർട്ടിലോട്ട് ഡയറക്റ്റ് പോവാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻസ് കാട്ടും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. നമുക്കിത് ലോഗിൻ ചെയ്യണം. ഇത് ലോഗിൻ ചെയ്യാനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഇത് പാനൽ ഓപ്പൺ ആയി വരും ഇതിന്റെ. ഇവിടെ ലോഗിൻ ചെയ്യാം, ലോഗിൻ കൊടുക്കാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുത്തിയാൽ നമുക്ക് ഇത് ബാക്ക് കൊടുക്കാം. പിന്നെ ഓപ്പൺ ചെയ്യാൻ വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം, ലോഗിൻ കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP വരും. OTP അടിച്ചു കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൈനിങ് ആവും. നമുക്ക് ബ്രോക്കറിൽ വേറെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവണം, എന്നാലാണ് നമുക്ക് ബ്രോക്കറിലെ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആവുള്ളൂ. അത് നോർമൽ നമുക്ക് ബ്രോക്കറിൽ തന്നെ നോർമൽ ചെയ്താൽ മതി. ഇതിൽ കണ്ടില്ല കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതേ കണ്ടോ, ഇതെല്ലാം ഒരേ സ്ട്രാറ്റജീസ് ആണ്. ആ സ്ട്രാറ്റജീസ് അതിന്റെ താഴെ തന്നെ അതിന്റെ വിന്നിങ് റേഷ്യോ, നിലവിലുള്ള ലൈവിലായിട്ടുള്ള വിന്നിങ് റേഷ്യോസ്, അതിന്റെ പേരുകൾ കണ്ടോ, അതിന്റെ റിട്ടേൺസ്, അതെല്ലാം നമുക്ക് അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സ്ട്രാറ്റജി പഠിക്കാൻ പറ്റും. ലേൺ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജീസ് ഒരേ ഇരുന്ന് പഠിക്കാം. ഒരു 30 സെക്കൻഡ് വീഡിയോസ് ഉള്ളൂ. നമുക്കിത് അപ്ലൈ ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ധനിന്റെ ചാർട്ട്. നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിഫ്റ്റി, പിന്നെ സെൻസെക്സ്, ഇതിലോട്ട് രണ്ടിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനെല്ലാം പറ്റും. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനിൽ ഇനിയും കുറെ ഫീച്ചേഴ്സ് വരും കേട്ടോ. ഇപ്പൊ ഇത് ഫസ്റ്റ് വെർഷൻ ആണ് ഇവരുടെ. ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ കയറുമ്പോൾ ചിലപ്പോൾ ഇതിൽ അപ്ഡേറ്റഡ് വെർഷൻ വന്നിട്ടുണ്ടാവാം. ഇതിൽ നമുക്ക് നേരെ അപ്ലൈ കൊടുത്താൽ ഇത് നേരെ ചാർട്ടിൽ വരും. ഒരു സ്ട്രാറ്റജി അപ്ലോഡ് കൊടുത്താൽ അതിനകത്ത് ചാർട്ടിൽ വരും. അതിന്റെ പാസ്റ്റ് ഡാറ്റാസ്, പാസ്റ്റ് ട്രേഡിന്റെ ഡാറ്റാസ്, ടാർഗറ്റ് ഹിറ്റ്, SL ഹിറ്റ്, ടാർഗറ്റ് ഹിറ്റ്, ഇത് പാസ്റ്റ് ഡാറ്റാസ് വരെ നമുക്ക് ചാർട്ടിൽ നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, നമ്മ ഒരു തേർഡ് പാർട്ടി ഒരു ആപ്പായിട്ടും ഒന്നും നമ്മ കണക്ട് ചെയ്തിട്ടില്ല. നമ്മ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. കണ്ടോ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ തന്നെ ട്രേഡ് ചെയ്യാം. TP കറക്റ്റ് എത്രയാന്ന്, കറക്റ്റ് TP എത്രയാ വേണ്ടത് തന്നെ നമുക്ക് ഇതിൽ കാട്ടി തന്നിട്ടുണ്ട്. SL എവിടെയാ വെക്കേണ്ടതെന്ന് കറക്റ്റ് കാട്ടി തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ട്രാറ്റജി വേണം, അടുത്ത സ്ട്രാറ്റജി കുത്താം. ഇപ്പൊ അടുത്ത സ്ട്രാറ്റജി ആണ് ട്രേഡ് അനലൈസ് ചെയ്യണം, അടുത്ത എൻട്രിക്ക് ഉണ്ടോ അനലൈസ് ചെയ്യണം. ഇതെല്ലാം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്ടോ. നമുക്ക് മുകളിൽ ഒരേ സ്ട്രാറ്റജിയിലോട്ട് സ്വിച്ച് ചെയ്ത് മാറ്റാം. കണ്ടോ കണ്ടോ കണ്ടോ, നമുക്ക് ഒരേന്ന് സ്വിച്ച് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കണ്ടോ, ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ലൈവ് SL ഉം TP എല്ലാം നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. പിന്നെ സിഗ്നൽസ്, ഈ സിഗ്നൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയാൽ ഇപ്പൊ നിലവിൽ വന്നേക്കണ സിഗ്നൽസ്, സ്റ്റാർട്ട് എൻട്രി വന്നേക്കണതെല്ലാം ഇവിടെ വരും. അതിൽ നമുക്ക് ഒരേന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അതിന്റെ അപ്പുറം വിൻ റേഷ്യോ അനുസരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ അപ്പാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾസ് മാത്രം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയാൽ കണ്ട,
ജസ്റ്റ് ഒന്ന് അപ്ലോഡ് കൊടുത്തോളൂ. ഇവിടെ തന്നെ ട്രേഡ് അതിന്റെ സജക്ഷൻ വരെ വന്നിട്ടുണ്ട്. ഏതെടുക്കണം, ഏതായിരിക്കണം അതിന്റെ ഇത് സ്ട്രൈക്ക് പ്രൈസ് ഏതായിരിക്കണം, എല്ലാം ഫുൾ സജക്ഷൻ, ഫുൾ ഇത് വരെയാണ്, ഫുൾ ഓട്ടോമാറ്റിക്കലി വരെയാണ്. പിന്നെ മെയിൻ ഇത് എല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നോക്കാം. നമ്മ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു തരുള്ളൂ. ഇത് 100% ഇതായിരിക്കും എന്നല്ല പറയണത്. ട്രേഡ് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് താഴെ നമുക്ക് ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ ഈ സ്ട്രൈക്ക് പ്രൈസ് കണ്ടില്ലേ? ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനുള്ളതും പിന്നെ RR എത്രയാണ്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യാം, ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടെ നിന്ന് ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ താഴെ അതിന് വേണ്ട മാർജിൻ, ഇപ്പൊ ബൈ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിന് വേണ്ട മാർജിൻ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്, അത് സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വേണ്ട മാർജിൻ, എല്ലാം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് നമുക്ക് കാട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഇത്രയും ഇപ്പൊ തന്നെ നമുക്ക് നോർമലി ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റൂല. അത്രയും ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അതാണ് കൂടുതലും ഇത്തിരി കൂടിയും ഇതിന്റെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നിയത്. ഡയറക്റ്റ് ട്രേഡ് കൊടുത്ത ട്രേഡ് ആക്റ്റീവ് ആയി, SL റൺ ആയിക്കൊണ്ടിരിക്കണേ, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും റൺ ആയിക്കൊണ്ടിരിക്കണേ. നമുക്ക് SL വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈവ് ചാർട്ടിൽ തന്നെ റൺ ആവേണ്ടോ, TP നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലൈവ് TP അതിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് SL വേണമെങ്കിൽ ഇത്തിരി താത്തി വെക്കാം. പോയിന്റിൽ SL താത്തി വെക്കാം. നമുക്ക് TP വേണം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ എക്സിറ്റ് ഡയറക്റ്റ് കൊടുത്താൽ ട്രേഡ് ക്ലോസ് ആയി. കണ്ടോ, നമുക്ക് പ്രോഫിറ്റ് ആയ 87%, 87 രൂപ. കണ്ടോ, അത് കറക്റ്റ് കാട്ടാണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഇത്രയും സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൊരു ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ പോലും ഇത്രയും നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും ആരും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നില്ല. പിന്നെ കണ്ടോ, ഓരോ ക്യാൻഡിൽ, ഓരോ ഇത് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണത്. നമുക്കത് സ്വിച്ച് ചെയ്യാം. ആ സ്ട്രാറ്റജിയുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടോ, നമുക്ക് നമ്മ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവില്ല കേട്ടോ. നമ്മ ട്രേഡ് കൊടുത്താൽ അത് ആവുള്ളൂ. അതിനകത്ത് സജക്ഷൻസ് കാട്ടുള്ളൂ. ജസ്റ്റ് സജക്ഷൻസ് കാട്ടുന്നുള്ളൂ. ഇതിപ്പോ നിങ്ങൾക്കൊരു നല്ലൊരു സ്ട്രാറ്റജി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഈ ഒരു ടൂള്. നിങ്ങളുടെ പല വേ ഓഫ് തോട്ടിനും. പിന്നെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് റിസ്ക് മാനേജ്മെന്റ് തന്നെയാണ്. ഓവർ ട്രേഡിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. റിസ്ക് മാനേജ്മെന്റ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ റിയൽ മണി വെച്ച് ഇതെല്ലാം ചെയ്യാം. കണ്ടോ, മുകളിൽ ഓരോരോ സ്ട്രാറ്റജീസ് നമുക്കിത് ക്ലോസ് ചെയ്ത് കളയാം. വേണ്ടാത്ത ഇവിടെ ഓരോന്നോരോന്ന് ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ, ഓരോന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഒരു ടാബ് പോലെ വരും. നമുക്ക് ഈ ഓർഡേഴ്സ് എല്ലാം നമ്മുടെ ധനിൽ കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഓർഡേഴ്സ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. ഞാനിതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ട്രേഡ് കൊടുത്താൽ ട്രേഡ് ആക്റ്റീവ് ആയി. അവിടെ മുകളിൽ അതിന്റെ റിസൾട്ട് കാട്ടിക്കൊണ്ടിരിക്കും. ആ രണ്ടും ക്ലോസ് ചെയ്യാണ്ടോ, നമുക്ക് SL വേണം അഡ്ജസ്റ്റ് ചെയ്യാം. ലൈവ് സിഗ്നൽസ് കണ്ട് ഇവിടെ അതിന്റെ P&L ലൈവ് ആയിട്ടുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ആക്ച്വലി വർക്ക് ചെയ്യണമെന്ന് പോലും ഭയങ്കരമായിട്ട് ഇതായിട്ട് സിമ്പിൾ ആയിട്ട് ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു സ്ട്രാറ്റജീസ്. ട്രേഡിംഗ് വ്യൂവിൽ പോലും ഡയറക്റ്റ് ഇതേപോലെ ഒരു നമുക്ക് ഫീച്ചേഴ്സ് ഇല്ല. ഇത് ഫ്രീ ആണിത്. അതാണ് 10 പൈസ നമ്മൾ ഇതിന് കൊടുക്കണ്ട, സബ്സ്ക്രിപ്ഷൻ എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ഇതെല്ലാം ഫ്രീ ആണ് നിലവിൽ. ഭാവിയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് പെയ്ഡ് വരുമോന്ന് നമുക്കറിയില്ല. നമുക്ക് മാക്സിമം ഇതേപോലത്തെ ടൂൾസുകൾ കിട്ടുമ്പോൾ മാക്സിമം അതിനെ യൂസ് ചെയ്യാൻ നോക്കാം. അത് കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യാം. സിങ്ഡോക് ട്രേഡ് ഇതാണ്ടോ, എല്ലാവരും നോട്ട് ചെയ്തോ. ZING.TRADE എന്ന് പറഞ്ഞ സൈറ്റ് കയറിയാൽ മതി. ആദ്യം ഞാൻ പറഞ്ഞേക്കണ പോലെ സ്റ്റെപ്പിലേക്ക് കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ക്രോമിലാണ്, ക്രോം എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ എല്ലാവരും ക്രോമില് നോക്കാം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. മൊബൈൽ ഫോണിലും കാര്യത്തിലും കറക്റ്റ് ആയിട്ട് ആവുമെന്ന് എനിക്കറിയില്ല. അത് തന്നെ കയറിയാണ് ഓർഡേഴ്സിന്റെ ഇതായിട്ട് പൊസിഷൻസിൽ കയറിയാണ് നമ്മൾ എടുത്ത ഓർഡേഴ്സ് കണ്ടു. അതിന്റെ പൊസിഷൻസ്, അതിന്റെ ഓർഡേഴ്സ് കണ്ടു. 99 രൂപ പ്രോഫിറ്റില് ലോസ് വന്നത്, 87 രൂപ പ്രോഫിറ്റ് വന്നത്.
ആ സാധനം കണ്ടോ, ഇപ്പുറത്തേക്ക് വന്നതുണ്ടോ? അപ്പൊ എല്ലാവരും നോക്കി ട്രേഡ് ചെയ്യാം. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ആണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ്. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, നല്ല രീതിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം എല്ലാവരും ഇത് യൂസ് ചെയ്യാം. ബിഗിനേഴ്സ് മാക്സിമം ഇതിൽ നിന്ന് മാറി നിൽക്കുക, കാരണം ഡേഞ്ചർ ആണ് ഓവർ ട്രേഡിങ് വരാനും ഇതെല്ലാം. അപ്പൊ ഒന്നും അതിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഓക്കെ, ബൈ. ഇതേപോലത്തെ നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.